എടി അമ്മണിയമ്മ, വേഗം ഒന്ന് പാടി. അയ്യോ, നടപ്പ് കണ്ടില്ലേ? എടി ലക്ഷ്മി, കുങ്കുമം വാരി തേക്കടി. ഇതെന്തിനാ തന്നേന്നാണോ ആലോചിക്കുന്നേ? അന്ന് നീ എന്റെ കല്യാണി മോളെ നിന്റെ വലിയ വായ കൊണ്ടേ മച്ചി എന്ന് വിളിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ വാക്ക് കേട്ടെ ആ ദൈവത്തിന് അലിവ് തോന്നിയിട്ട് അവളോട് കരുണ കാണിച്ചു. അവളിപ്പോൾ ഗർഭിണിയാണ്. അതുകൊണ്ട് വീട്ടിലൊരു ചടങ്ങ് വെച്ചിട്ടുണ്ട്, വന്നൊന്ന് അനുഗ്രഹിച്ചാലും. എങ്ങനെ ഉണ്ടടി? വന്നോ വന്നോ, കോളനി മുഴുവൻ അറിയിക്കേണ്ടതാ. കല്യാണി, കല്യാണി വരുന്നു. എന്താ ഇവിടെ വെച്ചിരുന്ന കാശ് നീ കണ്ടോ? ഇല്ലല്ലോ, അവിടെ തന്നെ കാണും, ഞാൻ നോക്കാം. എന്തുവാടാ തെരയുന്നേ? മുത്തശ്ശി ഇവിടെ വെച്ചിരുന്ന കാശ് കണ്ടോ? ഊവാടാ, അത് ഞാനാ എടുത്തേ. ഹോ, രക്ഷപ്പെട്ടു. പോയി എടുത്തോണ്ട് വാ. എവിടെ നിന്ന് എടുത്തോണ്ട് വരെ? ആ കാശ് കൊണ്ട് സാരി വാങ്ങി ഇവിടെ അന്ന് മച്ചിന്ന് വിളിച്ച അമ്മണിയമ്മയില്ലേ, അവളുടെ മുഖത്തിന് നേരെ ഞാനേ വലിച്ചെറിഞ്ഞിട്ടാ വന്നിരിക്കുന്നേ. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? എന്നോട് ചോദിക്കാൻ എന്തിനാ കാശെടുത്ത്? നിങ്ങളെ എന്താ ഞാൻ ചെയ്തത് കേട്ട് നീ സന്തോഷിക്കുമെന്നാ ഞാൻ വിചാരിച്ച്. ഇങ്ങനെ ആവുന്ന് കരുതിയില്ല മോനെ. ആ കാശ് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? കല്യാണിക്ക്. കല്യാണിക്ക് സാരി വാങ്ങാനായിരുന്നു. പോട്ടെ ഏട്ടാ, സാരിയല്ലേ, പിന്നീട് വാങ്ങിക്കാം. ഈ ചെറിയ കാര്യത്തിന് എന്തിനാ ദേഷ്യം? അതല്ല കല്യാണി, ആ കാശ് ഒരു അത്യാവശ്യത്തിന് വേണ്ടി വെച്ചിരുന്നതാ. ഞാൻ പറയുന്നത് കേട്ടോ, ഇനി ഈ വീട്ടിൽ ഇതുപോലത്തെ തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. എടാ, എന്താടാ അത്? നീ മുത്തശ്ശിയോട് ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. നിന്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. വന്നേ, നീ പോക്കോ. ഇങ്ങോട്ട് വാടാ, പറയട്ടെ. വാ, ഇനി പറ, എന്തിനാ നീ ദേഷ്യപ്പെട്ടത്? ഈ കാര്യം കല്യാണിക്ക് അറിയോടാ? ഞാൻ എവിടെ നിർത്തേരാനാ? നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട് ഇതുവരെ ഇത്രയും വലിയ പണം കണ്ടിട്ടുണ്ടോ? നീ ഒന്ന് പതുക്കെ പറയടി. എന്തിനാ പതുക്കെ സംസാരിക്കുന്നേ? ഹലോ, ഇങ്ങോട്ട് നോക്ക്. അവനൊക്കെ കേട്ടാലേ എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ചോദിക്കുന്നതേ ലക്ഷങ്ങളാ. ലക്ഷങ്ങൾ വേണം, അതുകൊണ്ടാണ് ചോദിച്ചേ. അയാൾ വലിയ ബിസിനസ്മാൻ ഒന്നും അല്ലല്ലോ, വെറും ഒരു ഡ്രൈവർ അല്ലേ. പിന്നെ എങ്ങനെ മേടിച്ച പണം തിരിച്ചു തരിക? തിരിച്ചു കിട്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അതുകൊണ്ട്. ആ, നല്ല കാര്യം, വലിയ നല്ല കാര്യം കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ മരുന്നിനൊക്കെ വാരിക്കോരി കൊടുക്കാനായിട്ട്? നിങ്ങൾ ഒരു നാണക്കെട്ടം തന്നെയാ. കെട്ടിയൊക്കെ അസുഖമാണെങ്കിൽ സാധാരണ ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് കാണിക്കാൻ പറ, അതല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ നടക്കുവാണ് രണ്ടുപേരും കൂടി. ഇതൊരു ജീവന്റെ കാര്യമാണ് ജയേ, കുഞ്ഞിന്റെ മാത്രമല്ല, ഒരമ്മയുടെയും. അല്ല, നിങ്ങൾ എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നേ? കറുത്ത കോട്ടിട്ട് വക്കീലെന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇതുവരെ 10 പൈസ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ മനുഷ്യ? എനിക്ക് ജീവിക്കാൻ വേണ്ടി എന്റെ അച്ഛനമ്മ ഉണ്ടാക്കി വെച്ച കാശ് ദാനധർമ്മം ചെയ്താൽ ഞാൻ എങ്ങോട്ട് പോകും? സ്വന്തം ഭാര്യനെ നോക്കാൻ കഴിവില്ലാത്ത നിങ്ങൾ എന്തിനാ മറ്റുള്ളവന്റെ ഭാര്യയുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കണേ? നിന്നെ തല്ലുന്ന ഒരു പേപ്പട്ടിയെ തല്ലുന്ന പോലെയാ. എന്താ വിവാഹ വാർഷികമായിട്ട് ഇത്ര ലേറ്റ് ഒന്നുമില്ല, ആയത്? നിനക്കൊരു സാരി വാങ്ങാൻ വേണ്ടി പോയതാ, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഇതാ പിടിക്കേ. ഏട്ടൻ പുറത്തേക്ക് പോ. എന്റെ മുന്നിൽ എന്തിനാടി നാണം? ശരി, എന്നാ അങ്ങോട്ട് തിരിഞ്ഞ് കണ്ണടയ്ക്ക്. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടുള്ള നാണം മാറിയിട്ടില്ല. നന്നായിട്ടുണ്ട്. കുറച്ച് ഡിസൈൻ കൂടെ വേണമായിരുന്നല്ലേ? നിനക്ക് വേണ്ടത് ഡിസൈൻ അല്ലേ?